അപ്പോൾ നമ്മൾ ഇന്നത്തെ രാവിലത്തെ ക്ലീനിങ് കഴിഞ്ഞു, മരുന്ന് വെച്ചു, ഇതാ ഭക്ഷണമൊക്കെ കൊടുത്തു. ഇതെല്ലാവരും വിശ്രമത്തിലാണ്, കഴിച്ചവരൊക്കെ വിശ്രമത്തിലാണ്. കഴിക്കാനുള്ളവർ ഇതാ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. പകുതി കഴിച്ച് പോയി. അപ്പോൾ ആ കൂട്ടിലുണ്ട്, ഈ കൂട്ടിലുണ്ട്. പിന്നെ നമ്മൾ രാത്രിയാണ് ഭക്ഷണം വെക്കുന്നത്. രാത്രി ഒരു 10 മണിയാകുമ്പോൾ ഭക്ഷണം വെച്ച് വെക്കൂ. അപ്പോൾ നമുക്ക് പകൽ രാവിലെ കൊടുക്കാം. അല്ലാതെ ഭക്ഷണം വയ്ക്കലും ഇതൊക്കെ കൂടി നടക്കുന്നില്ല. അപ്പോൾ ടൈമൊന്നും ചേഞ്ച് ആയി. ഡേയ്സിനെ ക്ലീൻ ചെയ്ത് പുറത്തിറക്കി വൃത്തിയാക്കി സെറ്റാക്കി അണ്ടർപേഡ് വിരിച്ചു, ചോറ് വെച്ചെടുത്തു, കഴിച്ചു, അപ്പം അപ്പിട്ടു. ഇനിയിപ്പോൾ ഇത് വീണ്ടും തുടയ്ക്കണോ? ഇതാണ് അവസ്ഥ. വെള്ളം വെച്ചെടുത്തു. വെള്ളം കൊടുക്കേണ്ടവർക്കൊക്കെ നമ്മുടെ പൂത്തിരിയായിരിക്കും കേട്ടോ. പൂത്തിരി ഭക്ഷണം കഴിച്ചിട്ട് അവിടെ പോയിട്ട് വിശ്രമത്തിലാണ്. പൂത്തിരിനെ ഇപ്പോൾ കൂട്ടിൽ കയറ്റാറില്ല. അവൾക്ക് നടന്നു പോയിട്ട് അവളെ കാര്യങ്ങളൊക്കെ സാധിക്കാൻ പറ്റും. ഇത് രാത്രി കയറ്റാറുള്ളൂ. പിന്നെ നമ്മൾ പുതിയ ആള് വണ്ടി അടിച്ചിട്ട് നമ്മൾ രാവിലെ കാണിച്ചില്ല, ആളാണ് കിടക്കുന്നത്. ആളെന്നെ തുടച്ച് വൃത്തിയാക്കി അണ്ടർപാഡൊക്കെ വെച്ച് കൊടുത്തു, ക്ലീൻ ചെയ്ത് മരുന്ന് വെച്ചു, ഫുഡ് കൊടുത്തു, വെള്ളം കൊടുത്തു, ആളും അപ്പിട്ടു. വീണ്ടും ഞാൻ തുടച്ച് വൃത്തിയാക്കി. ഇത് മറ്റാളൊക്കെ ഫുഡ് കഴിച്ചിട്ടാണ് കിടക്കുന്നത്. പിന്നെ വേറൊരാളെ നമുക്ക് ഇന്ന് ആശുപത്രി കൊണ്ടുപോകണം കേട്ടോ. അതിൻ്റെ പുറമെ തന്നെ നമുക്ക് കോക്കൂര് വണ്ടി അടിച്ച് കിടക്കുന്നുണ്ട്, ഗർഭിണിയെന്നായ അവളെയും കൊണ്ടുപോകാണ്ട്. വേറെ നമ്മൾ നേരത്തെ വണ്ടി അടിച്ച് എടുത്തില്ല ഒരു നായ, ആളെയും കൊണ്ടുപോകുന്നു. ആൾ ഇതവിടെ കിടക്കുന്നു. ആൾ തണുപ്പിൽ വന്നിട്ട് കിടക്കുക. ആളെ ഏകദേശം ശരിയുണ്ട്. നീക്കി ആള് നീക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ടച്ച് ചെയ്ത പേടിച്ചിട്ട് നീക്കും, സഹകരിക്കില്ല തീരെ. എന്തായാലും എനിക്ക് കടി കൊള്ളാതെ ക്യാച്ചിനട്ടൊക്കെ ഇട്ട് വായ കെട്ടിയിട്ട് വേണം കൊണ്ടുപോകാൻ. ഇന്നത്തെ ഒരു ഇഞ്ചക്ഷൻ കൂടി അടിച്ച് ചിലപ്പോൾ മിക്കവാറും റെഡി ആവും. അപ്പോൾ മറ്റേ പുള്ളീനെ നമുക്ക് തൃശ്ശൂർക്ക് കൊണ്ടുപോകണം. ഇനിയിപ്പോൾ നാളെ കൊണ്ടുപോകാൻ പറ്റില്ല, തിങ്കളാഴ്ച എങ്ങനെയും കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. അതിൻ്റെ ഇടയിൽ പ്രത്യേകിച്ച് പറയാൻ ഒരുപാട് പേര് വാട്സപ്പ് മെസ്സേജുകളുണ്ട്, കോളുകളുണ്ട്. എനിക്ക് എല്ലാതും എടുക്കാൻ പറ്റില്ല. ഇതൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങുമ്പോഴത്തേനും 3-4 മണിക്കൂർ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ചിലവാകും. അതാണ്. അപ്പോൾ പലരുടെ കോളും എടുക്കാൻ പറ്റത്തും റീപ്ലൈ തരാൻ പറ്റത്തും. പല മെസ്സേജുകളും താഴ്ന്നു പോകും, അടിയിൽ പോവും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. ഇപ്പം നമ്മളിനി ഹോസ്പിറ്റലിലേക്ക് പോവുക ഇവരൊക്കെ എടുത്തിട്ട്.